ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല നിവേദിക്കുകയാണ്. ആ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിവേദിക്കൽ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലെ പൊങ്കാല അത് നിവേദിക്കുകയാണ്. ഒരു ഭാഗത്ത് വായുസേനയുടെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അതിൻ്റെ ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് ഈ വർഷത്തെ പൊങ്കാല അടുക്കുകയാണ്. അമൽ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, നിവേദിച്ചു കഴിഞ്ഞോ? നിവേദിക്കൽ ചടങ്ങ് പൂർത്തിയായി വരികയാണ്. അതായത് കഴിഞ്ഞ 9 ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തെ ആകെ കേന്ദ്രീകരിപ്പിച്ചത് ഈ ഒരു ചടങ്ങിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ ചടങ്ങ് പൂർത്തിയാവുകയാണ്. ആറ്റുകാൽ പൊങ്കാല പൂർത്തിയാക്കി അല്പസമയങ്ങളിൽ തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാകും. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി 250ഓളം ശാന്തിക്കാരെ ഇത്തരത്തിൽ ഈ പുണ്യാഹം ഈ നൈവേദ്യങ്ങൾ തളിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ അതുകൂടി ചെയ്യുന്നതോടുകൂടി പൊങ്കാല സമർപ്പണത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഇവിടെ അവർ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി മേൽശാന്തി അടക്കം മടങ്ങുന്നതാണ് നമുക്ക് കാണുന്നത്. പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ള പൊങ്കാലകളിലേക്ക് കൂടി അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവിടേക്ക് എത്തി അവിടെയും ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതിന് സമാനമായ ചടങ്ങുകൾ അവിടെയും ഉണ്ടാകും. നമുക്കൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആര്യ, ചടങ്ങുകളെല്ലാം പൂർത്തിയായി, നിവേദിക്കലും കഴിഞ്ഞു. കാര്യമായ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലേ? നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങാൻ വേണ്ടി പോവാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഏതാണ്ട് 3000-ലധികം വരുന്ന നമ്മുടെ തൊഴിലാളികൾ അവർ അണിനിരത്തുന്ന അവരെല്ലാം നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ലീനിങ് ഇവിടെ നമ്മുടെ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി അത് നമുക്ക് രാത്രിയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ അതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊങ്കാല നടത്താൻ സാധിച്ചു എന്ന്. കഴിഞ്ഞ തവണ ഇവിടെ ഈ പൊങ്കാലയിടാനെ കൊണ്ടുവന്ന ഇഷ്ടികകളും മറ്റുമൊക്കെ ലൈഫ് ഫ്ലാറ്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്, വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇത്തവണ അതേ രീതി തന്നെ തുടരുകയാണ്. അതെ, ഇത്തവണയും അതേ രീതി തന്നെ തുടരുകയാണ്. അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഏതാണ്ട് 400-ൽ പരം വരുന്ന സ്റ്റാഫിനെ തൊഴിലാളികളെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഈ മാലിന്യം മാറ്റുന്ന അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഷ്ടികകളും മാറ്റി തുടങ്ങും. പരമാവധി ഇന്നും നാളെയും കൊണ്ട് ഇഷ്ടികകൾ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതിനെയാണ് പ്രതീക്ഷ. നമുക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള അതാ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു 250ഓളം ശാന്തിമാരെ ഈ നിവേദിക്കാനായി നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ തിടുക്കത്തിൽ എല്ലാ പൊങ്കാലടുപ്പുകളിലേക്കും പുണ്യജലം തളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് KSRTC ബസ്സുകളൊക്കെ സജ്ജമാണ്, കാരണം മടക്കയാത്രയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഉണ്ട്. ഇന്ന് എന്തായാലും നിവേദിക്കൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല കലങ്ങളിലേക്ക് പുണ്യാഹം തളിച്ചുകൊണ്ടിരിക്കുകയാണ് ശാന്തിമാർ. അത് കഴിഞ്ഞ് ഈ ഭക്തർക്ക് സുഗമമായി അവരുടെ വീടുകളിലേക്ക് അവരവരുടെ വസതികളിലേക്ക് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം നിർത്തിയിട്ടിരിക്കുന്ന KSRTC ബസ്സുകൾ. ഈ നിവേദിക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രത്യേക ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം സജ്ജമാണ്. ഒരു ഭാഗത്ത് ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനും ക്ഷേത്ര ട്രസ്റ്റും എല്ലാവരും നിവേദിക്കൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്തർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് അവരുടെ പ്രയാസങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം അവരുടെ ആഗ്രഹങ്ങളും അതെല്ലാം അമ്മയ്ക്ക് മുന്നിൽ അർപ്പിച്ച് മടങ്ങാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇനി അത് കഴിഞ്ഞാൽ ആ ഭക്തരെ സംബന്ധിച്ച് ഒരു വർഷം നീളുന്ന കാത്തിരിപ്പാണ്. നമുക്ക് വായുസേനയുടെ ഹെലികോപ്റ്റർ കാണാൻ കഴിയുന്നുണ്ട്. പുഷ്പവൃഷ്ടി നടത്തുന്ന ഹെലികോപ്റ്റർ കാണാൻ കഴിയുന്നുണ്ട്. ശാന്തിമാർ തളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ തിടുക്കത്തിൽ തന്നെ എല്ലാ ചടങ്ങുകളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവേദിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഭക്തരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ച ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ നാളുകളായിരുന്നു. അതൊരു
ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോട് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അമ്മയ്ക്ക് മുന്നിൽ വെച്ചു. എല്ലാ സന്തോഷങ്ങൾക്കും അമ്മയോട് നന്ദി പറഞ്ഞ് ഭക്തർ മടങ്ങുകയാണ്. ഇതാ നോക്കൂ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ KSRTC ബസ്സുകൾ, ഓട്ടോകളൊക്കെ ഇങ്ങനെ നിരനിരയായി കാത്തിരിക്കുകയാണ്. ഭക്തർക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പൊങ്കാലയിട്ട് നിവേദിച്ച് കഴിഞ്ഞ ഭക്തർ മനം നിറഞ്ഞ് മടങ്ങുകയാണ്.